എന്തായാലും അക്കാര്യത്തിൽ തിരുവനന്തപുരത്തെ BJPയെ അത് സംസ്ഥാന നേതൃത്വമായാലും കേന്ദ്ര നേതൃത്വമായാലും സമ്മതിച്ചു കൊടുക്കണം. VV രാജേഷിനെ മേയറാക്കാനെടുത്ത തീരുമാനം. വർഷങ്ങളായി ഈ പാർട്ടി എന്നും പറഞ്ഞ് നടന്ന് വെള്ളം കോരി വിറക് വെട്ടി അതിനെ വളർത്തി കഷ്ടപ്പെട്ട് ട്രോളുകൾ സഹിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കേട്ട് വെയിൽ കൊണ്ട് നേതാക്കളോടൊപ്പം നടന്ന ശേഷം പ്രാദേശിക രാഷ്ട്രീയ നേതാവിന് എവിടെയെങ്കിലും ഇരിക്കാൻ അവസരം കിട്ടുമ്പോൾ AC കാറിൽ കറങ്ങിയ വനിതാ മാഡം അധികാരം കൊതിച്ച് ഇങ്ങോട്ട് പാഞ്ഞെത്തുമ്പോഴേക്ക് അതെടുത്ത് തള്ളിക്കൊടുക്കാതെ VV രാജേഷിനെ പോലെ ഒരാളിനെ പരിഗണിച്ചതിന്. അപ്പോൾ ചിലരൊക്കെ ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റ് കണ്ടു. രാജേഷിൻ്റെ മുഖഭാവം അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് എന്തൊക്കെയോ ആണെന്നും പറഞ്ഞ്. അതൊക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിലും ഒരു കസേരയിൽ കയറിയിരുന്നാൽ ഒരു 10% ഉള്ളൂ അദ്ദേഹത്തിന് മാത്രമായി ചെയ്യാൻ കഴിയുന്ന കാര്യം. ബാക്കിയെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നടന്നു പോകുന്നതാണ്. മേയർ ആര്യ രാജേന്ദ്രനെ പോലെ അഹങ്കാരവും ചില ഭാവങ്ങളും മട്ടും ഒക്കെ കാണിക്കാതിരിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ബാക്കി വലിയ വിപ്ലവവും അത്ഭുതവും ഒന്നും നടക്കാതെ അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ. അതിന് പ്രത്യേകം അഭിനന്ദിക്കണം. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭൂതകാല അനുഭവം കൂടി വെച്ചാണ്. ഇതുപോലെ കുറേ നാറികളെ ഈ ഗവൺമെൻറ്റുകൾ LDF ഗവൺമെൻറ് UDF ഗവൺമെൻറ്റും അധികാരത്തിൽ വരുമ്പോൾ സെലിബ്രിറ്റികൾ എന്ന പേരിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ തപ്പിക്കൊണ്ടുവരും. ഇതുപോലെ അധികാരസ്ഥാനം നൽകും. അത് അനുഭവിച്ച ശേഷം അവരവരെ വഴിക്ക് പോകും. 2 പാർട്ടിയിലുമുണ്ട് ഇതുപോലെ. കോൺഗ്രസ് കൊണ്ടുവന്ന പ്രതിഭയിൽ ഒരെണ്ണമായിരുന്നല്ലോ രാധാകൃഷ്ണൻ. ഒരു കതറും തൂക്കി ഉള്ളിടത്തെല്ലാം പേ പിടിച്ചതുപോലെ പ്രസംഗിക്കാൻ നടന്നപ്പോൾ പിടിച്ച് ഏറ്റവും മുന്തിയത് കൈ കൊടുത്തതിന് ശേഷം ഇന്ന് നമ്മൾ പണ്ട് ഈ കേരള ഗാന്ധി ഇന്ദിരാഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നത് പോലെ ഒരു ഏറ്റവും വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കുന്ന ഒരു നികൃഷ്ടജീവി ഏതെന്ന് അന്വേഷിച്ചാൽ അതിന് ഒറ്റുത്തരമേ മലയാളത്തിൽ എഴുതാൻ കാണുകയുള്ളൂ. വിദ്യാഭ്യാസമുള്ള ഏറ്റവും ഉത്തമനായ നികൃഷ്ടജീവി ഈ രാധാകൃഷ്ണനാണെന്ന്. അതുപോലെ പലരെയും കൊണ്ടുവന്നു, പലരെയും അവതരിപ്പിച്ചു, പലർക്കും സ്ഥാനം കൊടുത്തു. സിവിൽ സർവീസ് എന്തോ എടുത്ത് കളഞ്ഞതാണെന്നും പറഞ്ഞ് അതിൻ്റെ ശ്രേണിയിലെ ഏതോ ഒരു സാധനം കയ്യിലിരുന്ന സരിന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പുള്ളിയേയും എന്തിൻ്റെയൊക്കെയോ ക്യാപ്റ്റനാക്കി ഉയർത്തിയെടുത്ത് പറത്തിവിട്ടു. അധികാരം മോഹിച്ചു വരുന്ന ഇത്തരം ചില നക്കികളെക്കാൾ എന്തുകൊണ്ടും യോഗ്യതയുള്ളത് അതത് പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തന്നെയാണ്. VV രാജേഷ് വെയിൽ കൊള്ളുകയും കല്ലെറിയുകയും ആളുകളുടെ ആക്ഷേപം കേൾക്കുകയും ഒരിക്കൽ പോലും ഇത് അധികാരത്തിൽ വരില്ല എന്ന് പ്രതീക്ഷിച്ച കാലത്ത് ഇതും ചുമന്ന് നടന്ന ആൾ തന്നെയാണ്. എന്നാൽ ആ സന്ദർഭത്തിൽ RSS ഗുണ്ടകൾ എന്നെ ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞ് കാലത്തിനനുസരിച്ചുള്ള പ്രസ്താവനകൾ ഇറക്കി അധികാരത്തിൻ്റെ ശ്രേണിയിൽ നിന്നിറങ്ങുമ്പോൾ മറ്റൊന്നും സർക്കാരുകൾ നൽകാതാവുമ്പോൾ എന്നാൽ കൊള്ളാവുന്നിടത്തേക്ക് പോകാം എന്ന് കരുതി അങ്ങടങ്ങ് പുറപ്പെട്ടു പോകുന്നവരെ വീണ്ടും പതാക പറക്കുന്ന കാറിനകത്ത് കയറ്റിയിരുത്തുന്നതിനേക്കാൾ പാർട്ടി പ്രവർത്തകനെ തന്നെയാണ് അംഗീകരിക്കേണ്ടത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ അർഹിക്കുന്ന ഒരു സ്പേസ് മാത്രമേ ഇത്തരം ആളുകൾക്ക് ഏത് പാർട്ടിയിലും കൊടുക്കാവൂ. ഇല്ലെങ്കിൽ ആത്യന്തികമായി ഇത് നഷ്ടമാണ്. താൽക്കാലികമായി വിജയമാണെങ്കിലും ഇപ്പം തൃശ്ശൂരിൽ സാക്ഷാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മുതൽ നടന്ന് പരത്തുന്നത് അത്രയും അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് തൃശ്ശൂർ ജില്ലയിലാകെയും മലബാറിലാകെയും BJPക്ക് പടവലങ്ങ പോലെ താഴോട്ട് വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവന നൽകുന്നത് പുള്ളിയാണ്. അത്ര അസഹനീയമാണ് ആളുകൾക്ക് സഹിക്കാൻ. ജയിച്ചില്ലെങ്കിൽ പോലും താൽക്കാലിക ജയം കിട്ടിയില്ലെങ്കിലും ശാശ്വതമായ ചില വിജയത്തിന് വേണ്ടി അല്പം അധികാരത്തിൽ കുറച്ചുകൂടി സാവകാശം എടുത്താലും ഇതുപോലുള്ള മുതലുകളെ അവരോധിക്കാതിരിക്കലാണ് നല്ലത്. അതുകൊണ്ട് രാജേഷിനെ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തൊക്കെയോ മോഹിച്ചു വന്ന് ഡാൻസും നൃത്തവും തുള്ളലുമൊക്കെ നടത്തിയിട്ടും എങ്ങും എത്താനാകാതെ ഒരു കൗൺസിലറായി മാഡം അവിടെ തുടരട്ടെ. ജനങ്ങളെ സേവിക്കാനും വാർഡിന് ഗുണമുണ്ടാക്കാനുമാണല്ലോ വന്നതെന്നല്ലേ പറഞ്ഞത്. അതിപ്പോഴും ചെയ്യാമല്ലോ, ഇനിയും ചെയ്യാമല്ലോ, തുടർന്നും ചെയ്യട്ടെ.